ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. ഇന്നത്തെ എൻ്റെ വീഡിയോ താരിഫ് നമ്മൾ കുറച്ച് നാളായി കേട്ടോണ്ടിരിക്കുന്നു അല്ലെ. ട്രംപ് താരിഫ് കാനഡയ്ക്ക് മെക്സിക്കോയ്ക്ക് അഗേൻസ്റ്റ് കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യണത്. ലൈക്ക് അത് എന്താണ്, അത് എന്തിനു കൊണ്ടുവന്നു, അത് എങ്ങനെയൊക്കെയാണ് കാനഡനെ എഫക്ട് ചെയ്യാൻ പോണത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ കാനഡയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ ഏത് രീതിയിലാണ് ഇത് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും എഫക്ട് ചെയ്യാൻ പോണേ എന്നുള്ളത് ഞാനൊന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ മലയാളത്തിൽ വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണ് കാനഡ US എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ. അപ്പൊ ഈ ഫെബ്രുവരി 1 തൊട്ട് ട്രംപ് കാനഡയ്ക്ക് അഗേൻസ്റ്റ് 25% താരിഫ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ കാനഡയ്ക്കും മെക്സിക്കോക്ക് അഗേൻസ്റ്റ് 25%, ചൈനയ്ക്ക് അഗേൻസ്റ്റ് ഒരു 10% ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻസ് അഗേൻസ്റ്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എത്രയാന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഇത്രയാണ് സംഭവിച്ചത്. ഇനി ഈ താരിഫ് എന്താന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. താരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. ലൈക്ക് നമ്മളൊരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ അതിന് ആ മറ്റേ രാജ്യത്തിന് അഗേൻസ്റ്റ് ഏർപ്പാടാക്കുന്ന കാര്യമാണ് ഈ ടാക്സ്, താരിഫ് എന്ന് പറയുന്നത്. ഇത്രയും നാളെ കാനഡയ്ക്ക് അഗേൻസ്റ്റ് 25% താരിഫ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇപ്പോഴാണ് ട്രംപ് വന്നപ്പം ഇത് കൊണ്ടുവന്നത്. ഇനി വൈ താരിഫ്? ഈ താരിഫ് കൊണ്ടുവരാനുള്ള 3 കാരണങ്ങളാണ് ട്രംപ് ആക്ച്വലി പറഞ്ഞത് കാനഡയ്ക്ക് അഗേൻസ്റ്റ്. അതിൽ ഒന്നാമത്തെ കാരണം മെയിൻ ആയിട്ട് ഇങ്ങനെ പണ്ട് ഇത്രയും താരിഫ് ഒന്നും കാനഡയ്ക്ക് അഗേൻസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് സബ്സിഡി ആയിട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. ആ ഒരു കാരണം കൊണ്ട് 200 ബില്യൺ ലോസ് US ഉണ്ടാവുന്നുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇനി ആ ഒരു സബ്സിഡി വേണ്ട, 25% വരെ ഈടാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാനഡ US ബോർഡറിൽ കൂടെ അവർക്ക് അത്രയും ഫെന്റനിൽ US വരുന്നുണ്ട്, അത് ഇല്ലീഗൽ ഡ്രഗ്സ് ആണ്, അത് അവിടുത്തെ US യൂത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് ഒരു കാരണം പറയുന്നത്. രണ്ടാമത്തത് കഴിഞ്ഞ മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ഈ ഒരു ബോർഡർ സെക്യൂരിറ്റി ആണ്. ലൈക്ക് കുറെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഈ ഒരു നോർത്തേൺ ബോർഡർ വഴി US എത്തുന്നുണ്ട്. അപ്പൊ അതും കൂടിയായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാല് കാനഡയിൽ നിന്ന് ലെസ് ദാൻ 1% മാത്രമാണ് ഈ ഫെന്റനിലൊക്കെ വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ഇല്ലീഗൽ ഡ്രഗ്സ് ഒക്കെ കൂടുതൽ വരുന്നത് സദേൺ ബോർഡറിൽ നിന്നാണ്. ലൈക്ക് മെക്സിക്കോ ടു US ആണ് വരുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു US എക്കോണമിനെ എഫക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു താരിഫ് കാനഡയ്ക്ക് അഗേൻസ്റ്റ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി താരിഫ് ഒരു സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ ഒരു താരിഫിന്റെ എഫക്ട് എന്തൊക്കെയാണ്, നമുക്ക് ഷോർട്ട് ടേം ലോങ് ടേം എഫക്ട് കാനഡയ്ക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഞാൻ പറയണത്. അപ്പൊ ആദ്യം തന്നെ ഒരു താരിഫ് കൊണ്ടുവരുമ്പോഴത്തെ ആദ്യത്തെ എഫക്ട് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ഒരു സാധനം നമ്മൾ US അവിടുത്തെ ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു സാധനം കാനഡ വിൽക്കുന്നത്, ഒരു പെന്ന് ഒരു കാനഡ വിൽക്കുന്നത് $100 വെക്കാം. പക്ഷെ US അത് വിൽക്കുന്നത് $120 ഒരാള്. അപ്പൊ എന്താ ചെയ്യുക? ഒരാള് $100 താരിഫ് ഒന്നും ടാക്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധനം ആകുമ്പോൾ എന്ത് ചെയ്യും? ഹോൾസെയിൽ ആയിട്ട് ആ പെന്ന് അവിടുന്ന് US വാങ്ങിക്കും. ഇനി ഈ ഒരു താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു $100 സാധനത്തിന്റെ വില $125 ആയി. ഈ $125 ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനി നോക്കുമ്പോൾ അവർക്ക് US തന്നെ $120 കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് $125 കൊടുത്ത് അവർ കാനഡയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം? അപ്പൊ എന്ത് ചെയ്യും? ഈ കൂടുതൽ ആൾക്കാർ ഈ ഒരു $100 $120 സാധനം വാങ്ങിക്കും. അപ്പൊ അതാണ് സിമ്പിൾ ആയിട്ട് ട്രംപിന്റെ ഐഡിയ. ലൈക്ക് കൂടുതൽ ആൾക്കാർ US സാധനങ്ങൾ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്ന് ചീപ്പ് പ്രൈസിന് സാധനങ്ങൾ കിട്ടുന്നത് ഉപയോഗിക്കാതെ സ്വന്തം കൺട്രിയിൽ നിന്ന് തന്നെ എല്ലാം യൂസ് ചെയ്ത് US എക്കോണമി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇനി ഇത് എങ്ങനെയാണ് കാനഡനെ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാനഡനെ എഫക്ട് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, $125 ആയി, അതുകൊണ്ട് ആരും വാങ്ങുന്നില്ല. അത് തന്നെയാണ് സിമ്പിൾ ഇതില് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഎസിന്റെ ആ ഒരു രാജ്യത്തിലോട്ട് ഏറ്റവും കൂടുതൽ കനേഡിയൻ സാധനങ്ങളായിട്ടുള്ള ഓയിൽ, സ്റ്റീൽ, അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഒരുപാട് കമ്പനികൾ, ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 80% കാനഡയുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി US ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ US പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രാജ്യത്താണ് ഇത്രയും ടാക്സ് കൊണ്ടുവരുന്നത്. അത് കാരണം എന്ത് സംഭവിക്കണം? ഇവിടുന്ന് ആൾക്കാർ വാങ്ങുന്നത് കുറഞ്ഞു US നിന്ന്. കാരണം അവർ നോക്കുമ്പോൾ ഇതിന് വില കൂടുതലാണ്, ഇനി ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? കാനഡയുടെ പ്രൊഡക്റ്റിന് ഇത്രയും നാളുണ്ടായിരുന്ന ഡിമാൻഡ് ഒറ്റയടിക്ക് കുറഞ്ഞു. ഡിമാൻഡ് കുറഞ്ഞാൽ അതിന്റെ എന്തുണ്ടാവും? അതിന്റെ വാല്യൂ കുറയും. വാല്യൂ കുറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതിന്റെ പ്രൊഡക്ഷൻ അത്രയും ആവശ്യമില്ല. ഇപ്പം പണ്ട് 100 സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഇവിടെ ഇനി 50 സാധനങ്ങൾ ഉണ്ടാക്കണ്ടോ എന്നുള്ള അവസ്ഥ വരും. അത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പൊ കനേഡിയൻ കമ്പനീസ് നോക്കുമ്പോൾ ഇപ്പോ അത്രയും പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും എംപ്ലോയീസ്?
അതാണ് ഇവിടെ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. വെച്ചാൽ കാനഡയുടെ ഇവിടെ താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണക്ക് പ്രകാരം അവർ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇവിടെ ജോബ് ലോസ് എന്നുവെച്ചാൽ ജോബ് ആൾക്കാരുടെ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യും എന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി, കാരണം ഇങ്ങനെ പ്രൊഡക്ഷൻ റേറ്റ് കുറയുമ്പോൾ ജോബിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാരെ ലേ ഓഫ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ തന്നെ നമ്മുടെ ആൾക്കാരുടെ ജോലി പോവാ. അത് ഓൾറെഡി അറിയാലോ, കാനഡയിൽ ഇപ്പൊ കുറച്ചു നാളായിട്ടുണ്ടായിരുന്ന ഇൻഫ്ലേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരികയായിരുന്നു. റെസിഷന്റെ കാര്യങ്ങളൊക്കെ പഴയ പോലെയൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പണി നമുക്ക് യുഎസിന്റെ കിട്ടുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ജോബ് പോയി. അപ്പൊ ഇനി എന്താ, ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ആദ്യം നമ്മുടെ ജോലി പോകുന്നു. ജോലി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവണേ, നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എന്താ സംഭവിക്കണേ വെച്ചാല് നമ്മുടെ കൺട്രി ഒബ്വിയസ്ലി യുഎസ് ഇങ്ങോട്ട് താരിഫ് തരുമ്പോൾ നമുക്ക് തിരിച്ച് അവരോട് ഒരു കൊടുക്കണമല്ലോ. അപ്പൊ അത് കാരണം തിരിച്ച് നമ്മുടെ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നതാണ് തിരിച്ചുള്ള ഒരു താരിഫ് അവർക്കും. അവിടുന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ അതിനും നമുക്ക് താരിഫ് കൊണ്ടുവരണം, അവരുടെ നിന്ന് നമ്മൾ ടാക്സ് വാങ്ങണം എന്നുള്ളതിൽ തീരുമാനത്തിലെത്തുകയാണ്. അതിന് നമ്മൾ പറയുന്നതാണ് റിട്ടാലിയേറ്റ് താരിഫ് എന്നുള്ളത്. അപ്പൊ റിട്ടാലിയേറ്റ് താരിഫ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ രണ്ട് താരിഫും കൊണ്ട് നമ്മൾ വിചാരിക്കും ഓക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് താരിഫ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഗുണം ഉണ്ടാവുന്നു. ആക്ച്വലി അത് കാരണം ഈ ഒരു കനേഡിയൻസിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നത് രണ്ട് രാജ്യത്തിനും ഈ ഒരു താരിഫ് കൊണ്ടുവന്നതിനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് കാനഡയിലായതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഓൾറെഡി നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം യുഎസ് ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് യുഎസിനേക്കാളും കാനഡയ്ക്ക്. കാരണം കാനഡിയൻ എക്കോണമി കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് യുഎസിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്ടാവണേ വെച്ചാല് കനേഡിയൻ ആൾക്കാർക്ക് ഓൾറെഡി സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ല. അതിന്റെ കൂടെ യുഎസിൽ നിന്ന്, നമ്മളൊരു വിന്റർ കൺട്രി ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഗ്രോസറി ഐറ്റംസ്, പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ്, കാറ്, അങ്ങനത്തെ എല്ലാ ഇൻഡസ്ട്രീസേക്കും സാധനങ്ങൾ കൊണ്ടുവരുന്നത് യുഎസിൽ നിന്നാണ്. അപ്പൊ പിന്നെ അറിയാലോ, അവിടുത്തെ സാധനങ്ങൾക്ക് നമ്മൾ ഇവിടെ ടാക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ വെച്ചാല് അവിടുന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ വില കൂടി. അപ്പൊ നമുക്ക് സാധാരണ വേണ്ട ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വില കൂടും. ലൈക് കാറായാലും നമ്മുടെ ഗ്രോസറീസ് ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ മെയിൻ നമുക്ക് വേണ്ട ഇപ്പൊ മൊബൈൽ അങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങളായാലും എല്ലാത്തിന്റെയും വില ഒറ്റയടിക്ക് കൂടുകയാണ്. അപ്പൊ എന്താ സംഭവിക്കണേ വെച്ചാല് നമ്മള് പൈസ ഇല്ല, ജോബ് കുറഞ്ഞു, ജോബ് പോയി, അതിന്റെ കൂടെ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ വില കൂടി, നമുക്ക് ഒട്ടും തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ കാനഡിയൻ എക്കോണമിക്ക് എന്ത് സംഭവിക്കണേ വെച്ചാൽ നമ്മുടെ GDP, കാനഡയുടെ GDP ഒറ്റയടിക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് താഴുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പറയുന്ന ഒരു 1.8% നമ്മുടെ കാനഡയുടെ GDP ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി 2.2% കുറയും എന്നാണ് ഇവർ പറയണത്. അത് തന്നെ ഏറ്റവും വേർസ്റ്റ് കേസ് സിനാരിയോ അവർ പറയുന്നത് 3% വരെ GDP താഴാമെന്നാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെ 3% ചെറിയ നമ്പറായി തോന്നും, പക്ഷെ അത് വലിയൊരു നമ്പറാണ്. നമ്മുടെ എക്കോണമി അത്രയും തകർന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വരാൻ പോകുന്നത് അറിയാലോ, റെസഷൻ ആണ്. അപ്പം ഈ ഒരു റെസഷനെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് പെർമനന്റ് റെസഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് മുന്നേ ഒരു റെസഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ തീർത്തു വരികയായിരുന്നു, അപ്പോഴാണ് ഈ ഒരു റെസഷൻ വരുന്നത്. ഇത് തീർക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണം. പക്ഷെ ഓൾറെഡി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമുക്ക് ഓൾറെഡി കൂടുതലായിരുന്നു കഴിഞ്ഞ വർഷം, അറിയാലോ. അത് ഇപ്പൊ ഒന്നും കൂടെ കൂടുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു താരിഫ് ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ എക്കോണമി അത്രയും ഇടിഞ്ഞ് പോവാനാണ് സാധ്യത. ഒരു കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ഒണ്ടാരിയോ പ്രീമിയർ പറയുന്നത്, ലൈക് ഫോർഡ് പറയുന്നത്, ഒണ്ടാരിയോയിൽ മാത്രം 5 lakh ആൾക്കാരുടെ ജോലി പോവും എന്നുള്ളതാണ് പറയണത്. അപ്പൊ തന്നെ അറിയാലോ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി, ഇത്രയും എഫക്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇത് അവർ പറയുന്നത് ഫസ്റ്റ് ഉള്ള ഷോർട്ട് ടേം എഫക്റ്റിൽ പെടുന്ന കാര്യമാണ് പറയുന്നത്. ലോങ് ടേം എഫക്റ്റിനെ കുറിച്ച് ഇപ്പോഴും അവർക്ക് അത്രയും ധാരണയായിട്ടില്ല. ലോങ് ടേം എഫക്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ആദ്യം ബാങ്ക് ഓഫ് കാനഡയുടെ കാര്യം പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു താരിഫ് കൊണ്ടുവന്നു എന്നുള്ള ന്യൂസ് വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കനേഡിയൻ ഡോളറിന്റെ വാല്യൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഇനി ബാങ്ക് ഓഫ് കാനഡ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബാങ്ക് ഓഫ് കാനഡയാണ്. അപ്പൊ നമ്മുടെ ഇൻഫ്ലേഷൻ, റെസഷൻ കാര്യങ്ങളുടെ ഒക്കെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ബാങ്ക് ഓഫ് കാനഡയാണ്. അപ്പൊ അവരെന്ത് തീരുമാനത്തിൽ എത്തുന്നുള്ളത് ആക്ച്വലി ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഒരു ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഈ ഒരു താരിഫ് കൊണ്ടുവന്ന് നമ്മുടെ എക്കോണമി താഴ്ന്നു കഴിഞ്ഞാൽ, നമുക്ക് റെസഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബാങ്ക് ഓഫ് കാനഡ ആദ്യം ചെയ്യാൻ പോണ കാര്യം, ഇവര് വിചാരിക്കുന്നത് നമ്മുടെ ഓൾറെഡി ഇപ്പൊ നമുക്ക് അറിയാലോ റെസഷൻ കുറച്ചൊന്ന് ഇൻഫ്ലേഷൻ ഒന്ന് ഒതുങ്ങിയപ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി ജോലി ഇല്ല, നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ല, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന റെസഷൻ വരുന്ന സമയത്ത് ബാങ്ക് ഓഫ് കാനഡ ഇൻട്രസ്റ്റ് താഴ്ത്തും എന്നാണ് പറയുന്നത്. താഴ്ത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ പൈസ എടുക്കാൻ പറ്റും ബാങ്കിൽ നിന്ന്, നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അത് കാരണം അവരുദ്ദേശിക്കുന്നത് നമ്മുടെ എക്കോണമിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യണത്, ഇൻട്രസ്റ്റ് താഴ്ത്തുക എന്നുള്ളത്.
പക്ഷെ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ യുഎസ് നിന്നും അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഓൾറെഡി വില കൂടുതലാണ്. അപ്പൊ നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങണത്. അപ്പൊ എന്ത് ചെയ്യും, അത്രയും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാലും ആ പൈസ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത്രയും പൈസ കൊടുത്ത് സാധനം വാങ്ങേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ വരും. അപ്പൊ ഇൻഫ്ലേഷൻ വരുന്നത് നല്ല കൂടുതലായിരിക്കും. അപ്പൊ ബാങ്ക് ഓഫ് കാനഡ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ, അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും, ഒബ്വിയസ്ലി ആ ഇൻട്രസ്റ്റ് റേറ്റ് ഒറ്റയടിക്ക് നല്ലോണം കൂട്ടേണ്ടി വരും. അതാണ് ഒരു പെട്ടെന്നൊരു ഹൈക്കും കൂടെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ GDP താഴ്ന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അറിയാലോ, യുഎസിന് അഗെയിൻസ്റ്റ് നമ്മുടെ കാനഡയും ടാക്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ കിട്ടുന്ന മണി അവർ എക്കോണമിയിലേക്ക് ഇട്ട് ആ GDP-നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. സ്റ്റിൽ നമുക്ക് അത്രയും പെർസെന്റേജ് നഷ്ടം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു കണക്കില് ഒരു സിറ്റുവേഷൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആയാലും അതുപോലെ ഇങ്ങനത്തെ ഫൈനാൻസ് ആൾക്കാരായാലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. എന്തായാലും അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ അത് ഷുവർ ആണ്, അത് എന്തായാലും ഉണ്ടാവും. അത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്, അത് ഉറപ്പാണ്. പിന്നെ ബാക്കി അതിന്റെ വഴിയെ വരുന്ന ഇൻഫ്ലേഷൻസ്, റെസഷൻസ്, അതിന്റെ എഫക്ട് എത്ര കാലം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. ബാങ്ക് ഓഫ് കാനഡ മാക്സിമം കനേഡിയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. പക്ഷെ അത് എത്ര കണ്ട് അവർക്ക് പോസിബിൾ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പണ്ടും ഇങ്ങനത്തെ ഒരു താരിഫ് കൊണ്ടുവന്ന് നമ്മൾ തിരിച്ച് താരിഫ് കൊടുത്ത് ഈ ഒരു താരിഫിന്റെ പ്രശ്നം നിന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും അങ്ങനത്തെ ഒരു ഹോപ്പിലാണ് കനേഡിയൻസ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ട്രംപ് ഈ ഒരു താരിഫിന്റെ, കാരണം അവിടെയും ഇതുപോലെ തന്നെ ജോലി പോവും, ഇതുപോലെ തന്നെ പൈസ കൂടും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കാരണം അവരും ഇതുപോലെ മടുത്തിട്ട് ഈ ഒരു താരിഫ് നിർത്തും എന്നുള്ളൊരു ഹോപ്പാണ് അവർക്കുള്ളത്. നമുക്കും ആ ഒരു ഹോപ്പ് തന്നെയാണുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് താരിഫ് കൊണ്ടുവന്നിട്ട് കാനഡയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കുറെ ന്യൂസിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അത് എങ്ങനെയാന്നുള്ളത് മലയാളത്തിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിടാന്ന് വിചാരിച്ചത്. അപ്പൊ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വെച്ചാൽ അതായാലും കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഇനി എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സജഷൻസ് കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.